കേരളത്തിലെ ഏറ്റവും നല്ല ബർഗർ ഷോപ്പിലാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഹലോ സേതു, നമ്മളിപ്പോ എവിടെയാ പോകുന്നേ? കൊച്ചി. നമ്മളിപ്പോ എന്തിനാ കൊച്ചിക്ക് പോകുന്നേ? നമ്മുടെ സുധിമ്പനാളി ദുബായിക്ക് പോയല്ലേ. അപ്പൊ അതിനാണ് നമ്മൾ കൊച്ചിക്ക് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടാണ് സുധിൻ. അപ്പൊ അവൻ ദുബായിൽ ജോലി കിട്ടി. അപ്പൊ അവൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിന് മുന്നേ കൂടാനായിട്ട് നമ്മൾ പോവുക. അതുപോലെ വേറെ 2 പേരുണ്ട്, ട്വിൻസാണ് അവര്, ശരത്തും. അപ്പൊ നമ്മൾ ഒത്തിരി ലേറ്റ് ആണ്. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ശരത്ത് കയറിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. കോപ്പിറൈറ്റ് അടിക്കുന്നു. പാട്ടൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ലൈവല്ല ലൈവ് വേണോ? മറ്റേ പാട്ടൊന്നും പാട്. ഇവിടെ ശരത്ത് സുധിന് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. സുധിൻ സൂക്ഷ്മതയോടെ എല്ലാ പീസുകളും വാരി ഇടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം. പറ്റിയ വല്ല ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം. എങ്ങനെ ബന്ധപ്പെടേണ്ടതിനെ? ഇൻസ്റ്റഗ്രാം സുധിൻ നല്ലതാണ് പറഞ്ഞേക്കാം. നമ്മളിപ്പോ കൊറേ നാൾ കൂടിയല്ലേ കൂടുന്നത്. ന്യൂ ഇയറിനാണോ? നമ്മുടെ ന്യൂ ഇയറിനാണ്. ദുബായിൽ ഇവൻ പോയത് വരെ നൈലാവശ്യം കാണാനാണ്. കാണാൻ പറ്റിട്ടില്ല. പുള്ളി നൈലാവശ്യം ജിമ്മിലൊക്കെ കേറി. പക്ഷെ നൈലാവശ്യം വന്ന ടൈമില് ഇവനെ അടുപ്പിച്ചില്ല. നമ്മളിപ്പോ ശരത്തിന്റെ പ്രത്യേകതര കുക്കിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. താങ്കൾ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? ബിയോണ്ട് ബർഗിൽ ഇതൊക്കെ ഉണ്ടോ? ചൈനീസ് ആണല്ലോ. ഒരാള് നമ്മുടെ അടുത്ത് ഒരു ഗോൾഡ് കൊണ്ട് വെക്കാണ്. ആ ഗോൾഡ് വെക്കുന്ന സമയത്ത് അവർക്ക് ഹോസ്പിറ്റൽ, ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു, അങ്ങനെയാണ് മറ്റേ മറിച്ചാണ്, അങ്ങനെ പല കേസുകളും വരുന്നുണ്ട്. ആ കേസെല്ലാം അവർ വരുന്ന സമയത്ത് എന്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആൾക്കാരെ കണ്ണീര് കൊണ്ട് കൊണ്ടുപോയി അവർക്ക് പൈസയ്ക്ക് ആവശ്യം കൊണ്ട് മാത്രം കൊണ്ടുപോയി വെക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഇത്ര നാള് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റും, അതുപോലത്തെ ലൈനിൽ നമ്മൾ ഹോൾഡ് ചെയ്യാം. അപ്പോ ഗൈസ് ബോയ്സ് എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഇവിടെ നിന്ന് പുറത്തു പോവാണ്. ലിഫ്റ്റിന് ഇന്ന് സോക്സ് ഇടുന്ന ശരത്തിനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ്. എന്റെ ആഗ്രഹം എന്താ അറിയോ? വ്ളോഗ് ചെയ്യുമ്പോ ഗൈസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കണം എന്നുള്ളതാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. എടാ എത്ര പേർക്ക് പോകാനുള്ള ലിഫ്റ്റാന്നറിയോ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തോ എങ്ങനെ? നമ്മളിപ്പോ വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ അല്ല, കൊച്ചിയിലെ തന്നെ അല്ല, കേരളത്തിൽ തന്നെ അല്ലേ. കേരളത്തിലെ ഏറ്റവും നല്ല ബർഗർ ഷോപ്പിലാണ്. നമുക്ക് കാണാം ഏതാണ് ഏറ്റത്തിലെ ഏറ്റവും നല്ല ബർഗർ ഷോപ്പ്. ബിയോണ്ട് ബർഗർ. ഇപ്പൊ നല്ല ഈ ടൈമിൽ തന്നെ നല്ല ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇപ്പൊ എത്ര മണിയായി ശരിക്കും? ഇപ്പൊ ഈ ഒരു ടൈം പറയുകയാണെങ്കിൽ 12-19 ആയി. എന്നാലും നല്ല ആളുണ്ട്. അപ്പൊ നല്ല കടയാന്ന് പറയുന്നത്. ഫുൾ ടൈം ആൾക്കാരിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് എല്ലാം. അപ്പൊ നമ്മുടെ ഡ്രിങ്ക്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് ചോക്കോ ചിപ്പ് കുക്കീസ്, ഇതെന്താടാ ഇത് പീനട്ട് ബട്ടർ, ഇത് ഫാഷൻ ഫ്രൂട്ട്. യെസ് ഗൈസ്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ എത്ര വർഷമായി പരിചയപ്പെട്ടതെന്നാണ്. ഇപ്പൊ ചിലര് പറയുന്നുണ്ട് 10 വർഷമായിരുന്നു, ചിലര് പറയുന്നുണ്ട് 8 വർഷമായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം നമ്മൾ എന്നാ പരിചയപ്പെട്ടത്. എന്റെ അറിവില് എനിക്ക് 18 വയസ്സായപ്പോ പരിചയപ്പെട്ടാണ് ഞാൻ ഉമ്മാര്. ഞങ്ങൾ ആ സമയത്ത് നമ്മള് എനിക്ക് +2 കഴിഞ്ഞ് ലൈസൻസ് കിട്ടുമ്പോ ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത്. ലൈസൻസ് കിട്ടിയ നേരെ ബാംഗ്ലൂർക്ക് പലതിനും ലൈസൻസ് വേണമായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് ഓൾറെഡി +2 പഠിച്ച സമയത്ത് ലൈസൻസ് ഉണ്ടല്ലോ. എടാ എന്താ അറിയോ, നീ എവിടെയോ തോറ്റതാ പറ്റി. ഞാൻ അപ്പൊ ധ്യാൻ ശ്രീനിവാസ കിറ്റോട് നീ അയക്കണ്ട ഗ്രൂപ്പില്. കറക്റ്റാ. ഞാൻ സത്യസന്ധമായിട്ട് പറയാറുള്ളൂ. 97 ആയ ആൾക്കാരെല്ലാരും ഒരു 18 വയസ്സില് +1 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് 98 സ്ക്വാഡാ.
ഞങ്ങൾ 98. നീയോ? 98. നമ്മള് ചെറിയ പിള്ളേരെ ഗൈസ്, ഇവരൊക്കെ വലിയ വലിയ പിള്ളേർ. ചെറുത്, നിങ്ങള് ചെറുത്, നിങ്ങള് മുന്നിൽ തൊട്ട് പൈസ കുടിച്ചിട്ട് അപ്പൊ നമ്മള് കടയിൽ വന്ന് കുറച്ച് പാർസലൊക്കെ എടുത്തോണ്ട് പോവാണ്. സമയം ഇപ്പം രാത്രി ഡൈനിങ് ചെയ്യാനുള്ള സമയമില്ല. സാർ നമുക്ക് നമ്മുടെ എല്ലാം എടുത്തോ സാർ? എല്ലാം എടുത്തല്ലേ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. നമ്മളെല്ലാവരും ഉണ്ട്. ശരത്തുണ്ട്, സേതുണ്ട്. ശരത്ത് നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് കിടന്നുറങ്ങണം. അതിന് മുന്നേ കഴിക്കണം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വരാം. അപ്പൊ ഇവനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സുദിനപ്പം ദുബായിലേക്ക് പോവാണ്. അപ്പം ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് ഇനിയും കാണാം. നമ്മൾ ഈ ഒരു ഗ്യാങ് അന്ന് പോലെ ഫുൾ ടൈം നമ്മള് ഈ ഒരു ടൈം വരെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് വേറൊരു സംഭവം കേട്ടോ. നമ്മള് കോളേജ് തൊട്ട് 2016 തൊട്ട് എനിക്ക് 18 വയസ്സാകുമ്പോൾ 2025 വരെ ഒരുമിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മള് ആ ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. സന്തോഷം.